നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചതാണ് എന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നവീൻ ബാബുവിനെ കൊന്നതാണ് എന്നും അതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനായ CPM-കാരൻ ഡോക്ടർ പ്രജിത്തിന്റെ സഹായമാണ് ലഭിച്ചത് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ എന്നയാളും ഈ വിഷയം പറഞ്ഞ് പൊതുവേദിയിൽ അദ്ദേഹത്തെ അപമാനിച്ച PP ദിവ്യ എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും ഇരുവരും ജോലി നോക്കുന്ന ഇതേ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി കൊണ്ടുപോയത് തന്നെ ഈ വിഷയത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എതിർത്ത നവീന്റെ സഹോദരന്റെയും ബന്ധുക്കളുടെയും വാക്കുകളെ മറികടന്നുകൊണ്ടാണ് കളക്ടർ അരുൺ K. വിജയന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നവരിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നവീൻ ബാബുവിന്റെ സഹോദരനായ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കൃത്യമായി പറഞ്ഞതാണ്. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നും എല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് കളക്ടർ തന്റെ തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോഴിതാ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജന്റെ CPM അനുഭാവിത്വം കൂടി പുറത്തു വരുമ്പോൾ ഇതിന് പിന്നിലെ ഗൂഢാലോചന കൂടുതൽ വ്യക്തമാകുകയാണ്. ധൃതി പിടിച്ചുള്ള പോസ്റ്റ്മോർട്ടം നടപടിയും ആന്തരിക അവയവങ്ങളോ രക്തസാമ്പിളോ പ്രിസർവ് ചെയ്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കാതിരുന്നതുമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടു എന്ന് തറപ്പിച്ച് പറയാൻ കഴിയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല താനും. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരാമർശിക്കാത്തതും മറ്റ് സാധ്യതകളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു സൂയിസൈഡ് തന്നെയാണ് എന്ന് തിരക്കിട്ടുറപ്പിച്ച സർജന്റെ മനോഭാവവുമെല്ലാം പ്രജിത്തിന്റെ ഈ വിഷയത്തിലെ ഇടപെടൽ ദുരൂഹമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഡോക്ടർ പ്രജിത്തിന്റെ CPM ബന്ധം തുറന്നു പറയുകയാണ് VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാൻ. കണ്ണൂർ ഫോറൻസിക് വിഭാഗം ഹെഡായ ഡോക്ടർ പ്രജിത്ത് അസ്ഥിക്ക് പിടിച്ച ഒരു CPM അനുഭാവിയാണ് എന്ന് KM ഷാജഹാൻ തുറന്നടിച്ചു. കാൽനഖം മുതൽ തലനാരിഴ വരെ CPM-നോടുള്ള വിധേയത്വം നിറഞ്ഞു നിൽക്കുന്നയാളാണ് ഡോക്ടർ പ്രജിത്ത്. 1995 BHMS അഥവാ ഹോമിയോപ്പതിക് മെഡിസിനിൽ പഠനം ആരംഭിച്ചയാളാണ് പ്രജിത്ത്. കഥകളി കലാകാരനായിരുന്ന പ്രജിത്ത് ആർട്സ് കോട്ടയിലാണ് BHMS-ന് പ്രവേശനം നേടിയത്. എന്നാൽ ആദ്യ വർഷ പരീക്ഷയിൽ തോൽക്കേണ്ടി വന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ശരാശരി മാർക്കോട് കൂടി BHMS പാസ്സാകുന്നു. എന്നാൽ BHMS-ന് ശേഷം ഓരോ വർഷവും BHMS പാസ്സാകുന്ന 2 പേർക്ക് വീതം MBBS-ന് അഡ്മിഷൻ കിട്ടാറുണ്ട്. ഇത്തരത്തിൽ 2004 പ്രജിത്ത് MBBS-ന് പ്രവേശനം നേടുകയും പിന്നീട് ഫോറൻസിക് സയൻസിൽ MD എടുക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം പ്രജിത്ത് കടുത്ത SFI പ്രവർത്തകനായിരുന്നു. പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് സയൻസ് ആൻഡ് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്യുന്നു. ജോലിയിൽ പ്രവേശിക്കുമ്പോഴും തന്റെ CPM അനുഭാവം വിട്ടുകളഞ്ഞിരുന്നില്ല പ്രജിത്ത്. ഡോക്ടർമാരുടെ സംഘടനാ മേഖലകളിലെല്ലാം തന്നെ CPM-ന്റെ നേതൃനിരയിൽ നിന്നിരുന്നയാളായിരുന്നു ഡോക്ടർ പ്രജിത്ത് എന്ന് KM ഷാജഹാൻ പറയുന്നു. പിന്നീട് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയ ഡോക്ടർ പ്രജിത്ത് ഫോറൻസിക് സയൻസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആവുന്നു. ഇത്തരത്തിലുള്ള ഡോക്ടർ പ്രജിത്താണ് നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നും KM ഷാജഹാൻ ആഞ്ഞടിച്ചു. ഇതോടെ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം വ്യക്തത കുറവുകൾ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നു. പ്രശാന്തനും PP ദിവ്യയുടെ ഭർത്താവും ഉള്ളത് കൊണ്ടാണ് നവീൻ ബാബുവിനെ ബന്ധുക്കൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. എങ്കിലും അതിലുപരി ഡോക്ടർ പ്രജിത്തിന്റെ സഹായം ലഭിക്കുമെന്നതുകൊണ്ട് തന്നെയായിരിക്കണം ധൃതിപ്പെട്ട് നിർബന്ധം പിടിച്ച് നവീന്റെ പോസ്റ്റ്മോർട്ടം അയാളുടെ ബന്ധുക്കൾ എത്തും മുൻപ് തന്നെ ഇവർ ചെയ്യിപ്പിച്ചത് എന്ന് നമുക്കിതിൽ നിന്നും ഉറപ്പിക്കാൻ കഴിയും.